ചില ആളുടെ തലയിലുള്ളതാണ്, ചില ആളുടെ തലയിൽ കാണുന്നതാണ്. അതിൻ്റെ ആദ്യത്തെ അക്ഷരം നീട്ടി ഉച്ചരിച്ചാൽ പല ആളുകളുടെ സ്വഭാവത്തിൽ കാണാം. എന്താണ്? ചില ആളുകളുടെ തലയിൽ കാണുന്നതാണ്. ആ തലയിൽ കാണുന്ന എന്താണോ അതിൻ്റെ ആദ്യത്തെ അക്ഷരം നീട്ടി ഉച്ചരിച്ചു കഴിഞ്ഞാൽ എന്തായി? ചില ആളുകളുടെ സ്വഭാവത്തിൽ കാണാം. എന്താണ് എന്നുള്ളതാണ് ചോദ്യം. ഉത്തരം മറ്റൊന്നല്ല, ഉത്തരം ജടയാണ്. ജട അല്ലേ? നമ്മുടെ ഈ സന്യാസിമാർ, അതുപോലെ തന്നെ മുടി ചീകാതെ വെക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. ഈ മാനസികമായിട്ട് അസുഖമുള്ള ആൾക്കാർ, ഇങ്ങനെ റോഡിലൂടെ നടന്നു പോകുന്ന ആൾക്കാരൊക്കെ മുടി ചീകാതെ ഇങ്ങനെ കെട്ടി കിടക്കും. അങ്ങനെ അത് ജടയായിട്ട് മാറും. ജടയുടെ ആദ്യം നാട്ടി പറഞ്ഞത് ജാടയായിട്ട് മാറും. ജാട എന്ന് പറയുന്നത് ഭയങ്കര വെയിറ്റിട്ടിങ്ങനെ എല്ലാ ആളുകളെ മുന്നിൽ ഞാൻ വലിയ ആളാണെന്നുള്ള രീതിയിൽ നടക്കുന്നതിനെ പറയുക ജാട എന്ന് പറയാം. അത് പലയാളുടെ സ്വഭാവത്തിൽ കാണുന്നതാണ്. ഇപ്പം ചിലയാളുടെ തലയിൽ കാണുന്നത് ജടയാണ്. ജട അതിൻ്റെ ആദ്യത്തെ അക്ഷരം ജ എന്നുള്ളത് നീട്ടി ഉച്ചരിഞ്ഞാൽ ജാടയായിട്ട് മാറും അല്ലേ? പേരിൽ തന്നെ താക്കോലുള്ള സ്ത്രീ ഏത് എന്നാണ് ചോദ്യം. പേരിൽ തന്നെ താക്കോലുള്ള സ്ത്രീ ഏത്? അങ്ങനെ ഒരുപാട് സ്ത്രീകളുണ്ടാവും. പക്ഷേ എനിക്ക് 1-2 സ്ത്രീ അറിയുള്ളൂ. ആ പേരിൽ തന്നെ താക്കോലുള്ള സ്ത്രീയാണ്. ഒന്ന് ജാനകി. ജാനകി എന്ന് പറയുമ്പോൾ ഒരു കീ ഉണ്ട്. കീ എന്ന് പറഞ്ഞാൽ താക്കോൽ. താക്കോൽ ഇംഗ്ലീഷ് പറയുന്നല്ലേ കീ എന്ന് പറയുന്നത്. അപ്പോൾ ജാനകി എന്ന് പറയുമ്പോൾ അതിലൊരു കീ ഉണ്ട്. അപ്പം അങ്ങനെ കീ വരുന്ന പല പേരുകളുണ്ടാവും അല്ലേ? സ്ത്രീകളുടെ പേരുകളുണ്ടാവും. പക്ഷേ എനിക്ക് പെട്ടെന്ന് കിട്ടിയൊരു ഉത്തരവാണ്. അപ്പം പേരിൽ തന്നെ താക്കോലുള്ള സ്ത്രീയാണ് ജാനകി എന്ന് പറയുന്നത്. അതായത് പലരും കഴിക്കുന്ന ഒരു സാധനമാണ് അല്ലേ? ആ കഴിക്കുന്ന സാധനത്തിൻ്റെ പേരിനെ ചന്ദ്രക്കല മാറ്റിയിട്ട് വൃത്തം ചേർത്താൽ പലരും ചില ഘട്ടങ്ങളിൽ പറയുന്നതായിട്ട് വരും. എന്താണ് എന്നുള്ളതാണ് ഉത്തരം. മറ്റേ ഉത്തരം കള്ളാണ്. കള്ള് അല്ലേ? കള്ള് എന്ന് പറയുന്നത് പലരും കഴിക്കുന്ന ഒരു സാധനമാണ്. അമിതമായിട്ട് കഴിച്ച ഭയങ്കര പ്രശ്നമൊക്കെയാണ് ഈ കള്ള് എന്ന് പറയുന്നത്. ഈ കള്ള് എന്നുള്ളതിൻ്റെ ചന്ദ്രക്കല മാറ്റിയിട്ട് അവിടെ വൃത്തം ചേർത്താൽ എന്തായി? കള്ളം. കള്ളം നമ്മൾ പല ആൾക്കാരും പല സന്ദർഭങ്ങളിൽ പലതിൽ നിന്ന് രക്ഷ നേടാൻ വേണ്ടി നമ്മൾ കള്ളം പറയാറുണ്ട് അല്ലേ? എത്ര വലിയ സത്യവാനായി കഴിഞ്ഞാലും ഒരു കള്ളം പോലും പറയാത്ത ആരെങ്കിലും ഉണ്ടോ എന്നുള്ള സംശയമായ കാര്യമാണ്. അപ്പോൾ കള്ള് എന്ന് പറയുന്നത് പലരും കുടിക്കുന്നതാണ്. അതിൻ്റെ കള്ളിൻ്റെ ള് എന്നുള്ളതിൻ്റെ ചന്ദ്രക്കല മാറ്റിയിട്ട് അവിടെ വൃത്തം ചേർത്താൽ കള്ളം. കള്ളം പലരും പറയുന്നതാണ്. ഓക്കെ. ഒരു ജീവിയുടെ പേരിൻ്റെ കൂടെ ഒരു ഇംഗ്ലീഷ് അക്ഷരം ചേർന്നാൽ പല വീടിൻ്റെയും മുന്നിൽ കാണാം. എല്ലാ വീട്ടിൽ നിന്നല്ല, ചില വീടിൻ്റെയൊക്കെ മുന്നിൽ കാണാം. ചില വീട്ടിൽ ഇത് ഒരുപാടുണ്ടാവും. ഇത് വിൽക്കുന്ന കടയിൽ ഒരുപാടുണ്ടാവും. എങ്കിൽ എന്തെന്നാണ്? അതായത് ഒരു ജീവിയുടെ പേരിൻ്റെ കൂടെ ഒരു ഇംഗ്ലീഷ് അക്ഷരം ചേർന്നാൽ പല വീടുകളിലും കാണാം, ചില കടകളിലും കാണാം. എന്തെന്നാണ്? ഉത്തരം പൂച്ചട്ടിയാണ്. പൂച്ചട്ടി. ഈ പൂച്ചട്ടി എന്ന് പറയുന്നത് നമ്മുടെ വീട്ടിലൊക്കെ പല വീട്ടിൽ ഇപ്പം നമ്മൾ മിക്ക ആൾക്കാർ വീട് തന്നെ ഒരു പൂന്തോട്ടമാക്കി മാറ്റുകയാണ്. ഇഷ്ടംപോലെ ചെടികളൊക്കെ കൊണ്ടുവന്നിട്ട് അല്ലേ? അതിൽ പൂച്ച എന്നുള്ള ജീവിയുടെ പേരിൻ്റെ കൂടെ ടീ ചേർത്തായി പൂച്ച ടീ ആയി. പൂച്ച ടീ. പൂച്ചയുടെ കൂടെ ടീ ചെയ്താൽ പൂച്ചട്ടിയായി. അത് പല വീട്ടിലും കാണാം, പൂച്ചട്ടി വിൽക്കുന്ന കടയിൽ കാണാം, ഒക്കെ കാണാം. മനസ്സിലായല്ലോ? ഒരാൾ ഒരു പാട്ട് പാടുന്ന ഒരു ഗായകനോട് ഒരു കുട്ടി ചോദിച്ചു, ചേട്ടാ ഒരു പാട്ട് പാടാൻ ചോദിച്ചു. അപ്പോൾ തന്നെ ആ കുട്ടി ചോദിച്ചു, ചേട്ടാ കൈക്ക് എന്താ പറ്റിയെന്ന്. ഈ രണ്ടിനും കൂടി ഈ പാട്ട് പാടുന്ന വ്യക്തി കൊടുത്ത ഉത്തരം ഒന്നാണ്. എന്താണെന്നാണ് ഉത്തരം? മറ്റൊന്നല്ല, ഉത്തരം വീണത എന്നാണ്. പാടാൻ വേണ്ടി പറഞ്ഞപ്പോൾ പറഞ്ഞു വീണ വേണം എന്നാലേ പാടാൻ പറ്റുള്ളൂ. കൈക്ക് എങ്ങനെയാണ് മുറിഞ്ഞെന്ന് പറഞ്ഞു, അത് വീണിട്ടാണ് മുറിവ് പറ്റിയെന്ന് പറഞ്ഞു. അതാണ് ഒരു പാട്ട് പാടോ എന്ന് ചോദിച്ചപ്പോഴും കൈക്ക് എങ്ങനെയാണ് മുറിവ് പറ്റിയെന്ന് ചോദിച്ചപ്പോഴും ഈ വ്യക്തി കൊടുത്ത ഉത്തരം ഒന്നാണ്. അതാണ് വീണത. പാടണമെങ്കിൽ വീണത, മുറിവ് പറ്റിയത് വീണത, വീണിട്ടാണ് മുറിവ് പറ്റിയെന്നുള്ള കാര്യം. അപ്പോൾ ഉത്തരം മനസ്സിലായല്ലോ?